നമസ്കാരം. ഹരിതൻ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. പല വീഡിയോകളും ഞങ്ങളിട്ടു. അതിന് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തതിന് ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ്, എന്തിൻ്റെ വേസ്റ്റ് ആയാലും അത് നമുക്ക് എങ്ങനെ വളമാക്കി നമ്മളുടെ ചെടികൾക്ക് നൽകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കണ്ടിട്ട് വീട്ടിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ, ഒരു ചിലവുമില്ല. നിങ്ങൾക്കത് ഫ്ലാറ്റിലായാലും എൻ്റെ വീട് 7 സെൻറ്റ് സ്ഥലത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഞാനിത് പരീക്ഷിച്ചിട്ട് ഞാനൊരു 5 കൊല്ലമായിട്ട് വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഫ്ലാറ്റിലുള്ളവർക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഇടുന്ന 3 പാത്രങ്ങളിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആളുകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് 3 പാത്രം ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ 2 പാത്രത്തിൽ ചെയ്താലും ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ 2 ബക്കറ്റാണ് ആവശ്യം. അത് വലിയ ബക്കറ്റ് മേടിക്കുകയായിരിക്കും വളരെ നല്ലത്. കാരണം കൂടുതൽ വേസ്റ്റ് ഇടാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന പോലെ കുറച്ച് വലിയ ഹോളുകൾ കൊടുക്കുക. വെള്ളം നന്നായി വാർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളാണത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം, ഇത്രയുള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോക്കോളും. ആ വെള്ളമാണ് നമ്മൾ 10 ഇരട്ടിയാക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പെയിൻറ്റ് ബക്കറ്റ്, അത് നല്ല വലിയ പെയിൻറ്റ് ബക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഓട്ട തുളയ്ക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഗതികളായിരിക്കും. ഇതാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ഇത് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് ഞാൻ ചെയ്തിരിക്കുന്നത് 3 ഇഷ്ടികയുടെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ വളയം വെച്ചിരിക്കുകയാണ്. അത് സൗകര്യം ഈ മണ്ണിലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ 3 കാലുമ്മ ആ വട്ടം പിടിപ്പിച്ചിരിച്ച് ചെയ്യുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ആ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇഷ്ടികയോ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അത് വെള്ളം ഊർന്നു പോകുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കാനുള്ളൊരു ഗ്യാപ്പാണ് അത്. അതാണ് ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയ പാത്രം, ആ വേസ്റ്റിൻ്റെ വെള്ളം ഊർന്ന് അതിൽ വരും. അത് നമ്മൾ 10 ഇരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്യാം. 10 ഇരട്ടി എന്ന് വെച്ചാൽ 10 ഇരട്ടി തന്നെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെടിച്ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്, അതും വിടർത്തിയിട്ട്. നമ്മൾ വേസ്റ്റ് രാവിലെ വേസ്റ്റ് ഇടുകയാണ്. ഒരു ദിവസത്തെ മുഴുവൻ വേസ്റ്റ് എന്ന് പറയണത് നമ്മുടെ വീട്ടിൽ ഈ ഒരു കപ്പ് ഫുള്ളുണ്ടാവും. പിന്നെ മീൻ മേടിച്ചത്, ഞങ്ങൾ മീനും ഇറച്ചിയൊക്കെ കുറവാണ് എങ്കിലും മേടിച്ചത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അപ്പം തന്നെ ഇടും. അതിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഒഴിക്കുന്ന ഒരു ശർക്കരപ്പാവുണ്ട്, ശർക്കര വെള്ളം. അത് ചിക്കനും മത്സ്യവും അങ്ങനത്തെ ഐറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്മെല്ല് ഉണ്ടാവും. എല്ലാ ദിവസവും ഇത് ഒഴിക്കണം. ചിക്കനും മത്സ്യത്തിൻ്റെയും കഷ്ണങ്ങൾ ഇടുകയാണെങ്കിൽ തീർച്ചയായും ഈ ശർക്കരപ്പാവ് ഉറപ്പായിട്ടും ഒഴിച്ചിരിക്കണം. ഇട്ടവശം അത് ഒഴിക്കണം. എന്നും ഞാനത് ഒഴിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് കാരണം തീരെ സ്മെല്ലും ഇല്ല. ഇതിൽ മെയിൻ സംഭവം ഇതിൽ പുഴു വരിക എന്നുള്ളതാണ്. ഈ പുഴു വന്നു കഴിഞ്ഞാൽ ഈ പുഴുക്കളാണ് ഈ വേസ്റ്റ് മുഴുവൻ തിന്നുന്നത്. ഇത് ഫുള്ളായിട്ട് നിറയും. നമ്മൾ വേസ്റ്റുകൾ ഇങ്ങനെ ഇട്ട് ഈ ബക്കറ്റ് ഫുള്ളായി നിറഞ്ഞ് വരും. അപ്പോഴാണ് ഇത് ഡെയിലി അടച്ചു വെക്കുന്നു. ഫുള്ളായി നിറഞ്ഞ ഒരു ചട്ടിയാണ് ഈ കാണിക്കുന്നത്. അതിൽ ഞങ്ങൾ 2 ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്.
അതിൽ കുറേശ്ശെ പുഴുക്കളൊക്കെ ഉണ്ട്. പുഴുക്കൾ നന്നായിട്ടുണ്ട്. അത് ചിലവർക്ക് ഈ പുഴുവിനെ കാണുമ്പോൾ അറപ്പുണ്ടാവാം ഉള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇതിൽ നിറച്ചും പുഴുവാണ്. നിറച്ചും നമുക്ക് എണ്ണ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര പുഴുണ്ടായിരിക്കും. അത് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ നിന്നും തന്നെ ഉണ്ടായിട്ടുള്ള പുഴുക്കളാണ്. ആ പുഴുക്കൾ ഈ വേസ്റ്റ് മുഴുവൻ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ളായി നിറഞ്ഞു കഴിഞ്ഞാൽ അത് അടച്ചു വയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പാത്രത്തിലേക്കാണ് പിറ്റത്തെ ദിവസം തൊട്ട് വേസ്റ്റ് ഇടേണ്ടത്. അല്ലാതെ ഇത് പിന്നെ തുറക്കാനേ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ തിന്ന് അതിലെ ഭക്ഷണം കിട്ടാതെയായ അവറ്റകളെ തന്നെ തിന്നുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രക്രിയ. അപ്പോൾ എന്താ വെച്ചാൽ ഈ വേസ്റ്റിൻ്റെ മുകളിൽ ഈ ഒഴിക്കുന്നതിൻ്റെ മെയിൻ സംഭവം ഇതിൽ നിന്നും മണം തീരെ പുറത്തേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നല്ല മഴയത്തും വെക്കാം, നല്ല വെയിലത്തും വെക്കാം. പലരും പറഞ്ഞു മഴ കൊള്ളാൻ പാടില്ല, വെയിലത്ത് വെക്കാൻ പാടില്ല. അങ്ങനത്തെ പ്രശ്നമില്ല. മഴ പെയ്താലും കുഴപ്പമില്ല. ഞാനത് നല്ല മഴയത്താണ് വെക്കണേ. അപ്പം നേരിട്ടിട്ട് വെള്ളം അടിക്കാതിരിക്കാൻ ഈ ചട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺമേക്കിൻ്റെ ഒരു ചട്ടയാണ്, അത് വെക്കുക. അപ്പോൾ തീരെ വെള്ളം അതിലേക്കൊന്നും ആവില്ല. അപ്പോൾ അത് അതിൽ വെള്ളം മഴ കൊണ്ടുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെക്കാം. ഇതിൽ നിന്നും പുഴുക്കളൊന്നും പുറത്തേക്ക് വരില്ല. കാരണം നല്ല അടപ്പുള്ള സംഗതിയാണ്. അത് കാരണം ഇത് പുറത്തേക്ക് വരില്ല. ഇത് തുറക്കുന്ന സമയത്ത് വല്ല വടി കൊണ്ടോ അടപ്പുമ്മ നന്നായിട്ട് കൊട്ടി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അടപ്പുമ്മ പറ്റി പിടിച്ചിരിക്കുന്നത് അടക്കം അതിലേക്ക് വീണു പോകും. അത് കാരണം ഒരു പുറത്തേക്കൊന്നും പുഴുക്കൾ വീഴില്ല. ഇതൊക്കെ ഫ്ലാറ്റിൽ ചെറിയ സ്ഥലങ്ങളുള്ളവർക്കും ഒക്കെ വളരെ സുഖകരമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ചെടികളുള്ളവർക്ക് ഈ കാണുന്ന വെള്ളം 10 ഇരട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ഇരട്ടിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല രീതിയിൽ അതിൻ്റെ കായകൾ പുറത്തേക്ക് കാണിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് വെയിലത്ത് വെച്ചുകൊണ്ടും കുഴപ്പമില്ല, മഴയത്ത് വെക്കാം, ഒരു പ്രശ്നവുമില്ല. സ്ഥലമുള്ളവരാണെങ്കിൽ ഒരു മതിലിൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുവച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഇത് ഒരു കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ദിവസമല്ല, ഒരു 2-3 മാസം കഴിഞ്ഞിട്ടേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2-3 മാസം ഉണ്ടാവും. മറ്റേതെന്ന് അറിയുമ്പോഴേക്കും 2-3 മാസം വരും. ഒരു ചട്ടി നിറഞ്ഞ് പിറ്റത്തെ ചട്ടി ആകുമ്പോഴേക്കും 2-3 മാസം പിടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു ഞാൻ വേസ്റ്റ് ഫുള്ള് ഇട്ടിട്ട് നിറച്ച് പിന്നെ കുത്തി നിറച്ച ഒരു സാധനത്തിൽ ആയിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ കാണുന്നത് ഒരു 1/4 ഭാഗം പോലും ഇല്ല ഈ വേസ്റ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ ആ പുഴുക്കൾ ചത്തിട്ടുള്ളതും പിന്നെ കുറച്ച് വേസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ളതാണ്. ഒരു ചാണകപ്പരിവാണ്. തീരെ മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ നിൽക്കുന്നത് കാരണമാണ് ആകെ നമുക്കൊരു ചളിയായി മണ്ണും പിടിച്ചിരിക്കുന്നത് പോലെ കാണുന്നത് ഇപ്പോൾ ഈ കാലത്ത്. അത് കാരണമാണ് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നത്. പക്ഷെ വേനൽക്കാലത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ മണ്ണ് പിടിച്ചുകൊണ്ടാണ് ഞാൻ മുറ്റത്ത് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഫ്ലാറ്റിലൊക്കെയാണ് അതുപോലെ ടൈൽസൊക്കെ ഇട്ട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും ഇങ്ങനെ വരില്ല. കണ്ടോളൂ, ഇതൊരു ചാണകത്തിൻ്റെ രൂപത്തിലുള്ളൊരു സാധനമാണ്. ഇത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സാധനം നേരെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഒരു ഫുൾ ബക്കറ്റ് വേസ്റ്റ് നമ്മൾ ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയുടെയും മീനിൻ്റെയും മാംസത്തിൻ്റെയും വേസ്റ്റ് ഒക്കെ, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇടാം. ഇതിലിടാൻ പാടില്ലാത്ത സംഗതി എന്ന് പറയുന്നത് നാരങ്ങയുടെ തൊണ്ട്, അതുപോലെ പഴത്തിൻ്റെ ഈ അറ്റ ഭാഗം, നല്ല കട്ടിയുള്ള ഭാഗങ്ങളൊന്നും തീരെ ദ്രവിച്ചു പോവില്ല. അതുപോലെ കിടക്കും. ഞാനിതിലേക്ക് കുറേ വെള്ളം ഒഴിക്കും. എന്നിട്ടിത് ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്.
ചെടികളുടെ തൊട്ടടുത്തല്ല, കുറച്ച് അകത്തിയിട്ടാണ് ഒഴിക്കുക. ഇതിലിടാൻ പാടില്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് അസിഡിറ്റി ഉള്ള ഒന്നും ഇടാതെ ഇരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ പുഴുക്കൾ ചത്തു പോവുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കാരണം ഞാൻ നാരങ്ങയുടെ തൊണ്ടും അങ്ങനത്തെ പുളിയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ നിങ്ങളിത് ധൈര്യമായിട്ട് ഫ്ലാറ്റിലോ വീട്ടിലോ സ്ഥലമുള്ളവർക്കോ എല്ലാവർക്കും പരീക്ഷിക്കാം. അതൊന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഇത് പരീക്ഷിക്കണം. കാരണം വേസ്റ്റ് കൊണ്ടുപോയി അടുത്ത പറമ്പുകളിൽ ഇടുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അത് കാരണം നിങ്ങളിത് വളരെ ആത്മാർത്ഥതയോടെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളെ മാലിന്യങ്ങൾ നമ്മൾ തന്നെ സംസ്കരിക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിലും എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചതിലും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. നമസ്കാരം.